ഇരുട്ടത്ത് അവൾ മുന്നോട്ട് തന്നെ പോയി. അവളുടെ മുമ്പിലുള്ള പാതകൾ കൃത്യമായി കാണാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യം അവളുടെ ചുറ്റുമുണ്ടെങ്കിലും ഇപ്പൊ ഈ അസ്തമിച്ച് നിൽക്കുന്ന സൂര്യനില്ലേ, ഇതെപ്പോഴും അങ്ങനെ നിൽക്കുന്നതല്ലല്ലോ. ഈ സൂര്യൻ ഉദിക്കാതെ ഇരിക്കുകയില്ല, ഈ ഇരുട്ട് മാറാതെ ഇരിക്കുകയില്ല, ഈ സാഹചര്യം നിലനിൽക്കുന്നതല്ല. ഇന്നിന്റെ സാഹചര്യത്തെ കണ്ട് പുറകോട്ട് പോകാതെ, ഇന്നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും നീ യേശുവിനോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ നീ സാക്ഷിയാകാൻ പോവുകയാണ്. മറിയം ഇരുട്ടുള്ളപ്പോൾ കല്ലറവാതിക്കൽ ചെന്നതാണ്. 20-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 20-ന്റെ 1-2 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അടക്കി കല്ല് ഉരുട്ടിവെച്ച് റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ആ പ്രഭാതത്തിൽ അവിടെ 2-3 വാക്കുകൾ എടുത്തു പറയാനുണ്ട്. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കല്ലറവാതിക്കൽ ചെന്നു. ആരാണ് ആ സഹോദരി? ഇസ്രായേലിലെ ഒരു സ്ഥലമാണ് മഗ്ദൽ എന്ന് പറയുന്നത്. ആ മഗ്ദൽ എന്ന ദേശത്തിൽ ജനിച്ചു വളർന്ന ആ നാട്ടുകാരിയായ മേരി, അതുകൊണ്ടാണ് ആ സഹോദരിയെ മഗ്ദൽ മേരി, മഗ്ദൽ മറിയം എന്ന് വിളിച്ചത്. ഈ സഹോദരി വേദപുസ്തകത്തിൽ എവിടെയാണ് ഇടം നേടിയത്? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. 2-ാമത്തെ വാക്യത്തിൽ അവനോടുകൂടെ 12 വരും. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സഹോദരി വേദപുസ്തകത്തിനകത്ത് ഇടം നേടിയത്? എന്തുകൊണ്ടാണ് മറ്റാരെക്കാളും അധികം അവൾക്ക് യേശുവിനോട് പ്രിയമുണ്ടായത്? കാരണം അവൾ യേശു കർത്താവിൻ്റെ ശക്തിയും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ അധികാരവും തിരിച്ചറിഞ്ഞവളാണ്. കാരണം അവളുടെ മേൽ വ്യാപരിച്ച ദുരാത്മാക്കളെ, 7 ഭൂതങ്ങളെ യേശു കർത്താവ് പുറത്താക്കിയിരുന്നു. ഒരുപാട് ആളുകൾ, ഒത്തിരി വ്യക്തികൾ യേശുവിനെ കണ്ടറിഞ്ഞു, യേശുവിനെ കേട്ടറിഞ്ഞു. പക്ഷെ മറിയത്തിന്റെ പ്രത്യേകത, മഗ്ദലക്കാരി മറിയത്തിന്റെ പ്രത്യേകത, അവൾ കേട്ടറിഞ്ഞവളല്ല, അവൾ കണ്ടറിഞ്ഞവളല്ല. യേശു കർത്താവിന്റെ ചരിത്രം എഴുതി പഠിച്ച് യേശുവിനെ